നിനക്കൊരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? പണിയെടുത്ത് ശീലിക്കാത്തതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വേർത്തുപോയി. ഇതൊന്ന് കഴുകിയെടുക്കാം, നല്ല രീതിയിൽ കഴുകണം. കാരണം അപ്പുറത്ത് പണി കിടക്കണ പറഞ്ഞേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ പുറകിൽ നിന്ന് ഓർത്ത്. എന്തായാലും പ്രശംസിക്കും, ഉറപ്പാണ്. നമ്മളെന്തുണ്ടാക്കിയില്ലേ അതേപോലെ. എന്താ വെച്ചാൽ പറഞ്ഞാൽ മതി. ശരി ശരി, സമ്മതിച്ച്. ഇവിടെ ആരാ ഉണ്ടായത്? ഇനി എല്ലാവർക്കും നമസ്കാരം. ഞാനേ ഒരു മൂന്ന് 4 വർഷം മുമ്പ് നമ്മുടെ യൂട്യൂബിൽ ആദ്യമൊക്കെ വീഡിയോ ഇടാൻ നേരത്ത് ഒരു നെല്ലിപ്പുളി അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അന്നധികം അത് വൈറലൊന്നും ആയില്ല. അപ്പോൾ ഞങ്ങൾ ഈ മരം മുറിക്കാൻ പോണേ. അപ്പോൾ അതിൽ കുറച്ചുകൂടി നെല്ലിപ്പുളിയുണ്ട്, കുറേ ഉണ്ടായിരുന്നാണ്, എല്ലാം പോയി. അപ്പോൾ അതുണ്ടാക്കി അമ്മറൂനും അമ്മച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകണം. ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോകണം. ഇതാണ് നെല്ലിപ്പുളി. ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ തല്ലിപ്പുളി ആയിരുന്നു മതി. അപ്പോൾ നമുക്കത് പറിക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല, അതിന് വലിയ വെയിറ്റൊന്നും ഇല്ല മരത്തിന്. അപ്പോൾ ഞാൻ വിചാരിക്കണത് ഒരു കോലിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കെട്ടി വെച്ചിട്ട് നമ്മൾ മുറിച്ചിട്ട് അതുകൊണ്ട് വലിച്ച് പറിക്കാവുന്ന രീതിയാണ്. ഒരു 1/2 കിലോ കിട്ടി അത്രയും നല്ലത്, 1 കിലോ കിട്ടി അത്രയും നല്ലത്. അത്രയൊന്നും ഉണ്ടാവില്ല, എന്തായാലും സർപ്രൈസ് മുഖ്യമ്പില്ലേ. അപ്പോൾ നമുക്ക് ആദ്യം പറിക്കാനുള്ള വഴി നോക്കാം. നമുക്കേ ആദ്യം നീളമുള്ളൊരു കോല് വേണം. നമ്മുടെ വീട്ടിൽ കോലൊന്നുമില്ല. ഇപ്പോൾ രാജേച്ചിയുടെ വീട്ടിൽ വന്നേക്കണേ, ഇവിടെ കോലുണ്ടാന്ന് നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. രാജേച്ചി, തോട്ടി എന്തെങ്കിലും ഉണ്ടോ? അതെ, അവിടെ ഒരു തോട്ടിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് പറിച്ചിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം. നമ്മുടെ പറമ്പിലെ മാവാണത്. ഇതിലിഷ്ടംപോലെ മാങ്ങ ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. കുപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വശം ഒന്ന് കട്ട് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ തോട്ടിയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. മറ്റേ കുപ്പി എടുത്തില്ല, അതേ എന്തോ ആരോ പെട്രോൾ മേടിച്ചിട്ട് ഇട്ടേക്കണായിരുന്നു. അപ്പോൾ അതേ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് പയ്യെ ഈ കോലിലേക്ക് കയറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ കോലിലേക്ക് കൊളുത്തിയുണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് പോകണേണ്. ഇത് കോലിൽ നിന്ന് വിട്ടുമെന്ന് അറിയാൻ പാടില്ല, ഒന്നും കൂടി ടൈറ്റാക്കി വെക്കണം. അപ്പോൾ ഈ ഒരു ഷോട്ട് അനന്തൂനെ കൊണ്ടാണ് എടുപ്പിച്ചത്. കാരണം ഇത് രണ്ടും കൂടി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മൊബൈലിലാണ്, അവളുടെ മൊബൈലിലാണ് ഈ വീഡിയോ എല്ലാം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ക്യാമറയിൽ എടുക്കുന്ന ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. 3-4 കൊല്ലം തന്നെ കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മൊത്തം പറിച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. പൊരിഞ്ഞ് ചൂടുണ്ടല്ലേ. അതെ, പണിയെടുത്ത് ശീലിക്കാത്തതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വേർത്തുപോയി. ഇനിയിപ്പോൾ അവിടെ മുകളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇനി ഞാൻ സൺഷൈഡിലേക്ക് ഇറങ്ങണേ. ഇതുവഴി കയറി ഇതുവഴി നമ്മളൊന്ന് ഇറങ്ങണം. ഇതുവഴി ഇറങ്ങിയിട്ട് അവിടെ പണി നടക്കണുണ്ടോ, ഇതാണ് സാധനം. ഇതും കൂടി ഉണ്ട്. ഒരു 1/2 കിലോ 1/4 കിലോ ഒക്കെ വരും. കണ്ട, ഞാനേ ശരിക്കും വേർത്ത് എന്തോരം കിട്ടിയെന്നറിയാം. ഒരു 1 കിലോ അടുത്ത്, 1 കിലോയ്ക്ക് മേലെ ഉണ്ടെന്നായാലും ഒരു 1.5 കിലോ 2 കിലോ ഉണ്ടാവും കേട്ടോ. എന്തായാലും ഇവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർ ഞെട്ടിപ്പോവും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ പുറകിൽ നിന്ന് ഓർത്ത്. എന്തായാലും പ്രശംസിക്കും, ഉറപ്പാണ്. താഴത്തേക്ക് പോകണേണ്ട. അപ്പോൾ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് താഴത്തേക്ക് പോകണേണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഇതൊന്ന് കഴുകിയെടുക്കാം, നല്ല രീതിയിൽ കഴുകണം. കാരണം അപ്പുറത്ത് പണി കിടക്കണ നല്ല രീതിയിൽ ഇതിൽ പൊടിയുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഉഷാറാക്കി കഴുകിയെടുക്കാം. ശരിക്കേ ഈ സാധനത്തിന് നല്ല സ്മെല്ലാണ് കഴുകാൻ നേരത്ത്. നെല്ലിപ്പുളി വീട്ടിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അച്ചാറുണ്ടാക്കിയവർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധനം സെറ്റ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റണ്ട, വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് വെച്ചിട്ട് അത് ഈ സാധനം അതിലേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുഴഞ്ഞു പോകുമോ വേഗമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കുഴഞ്ഞു പോയിരുന്നോ അത് എന്തില്ലെങ്കിലും. ഇഡ്ഡലി പാത്രം ശരിക്കും നിറഞ്ഞു പോയി, കുഴപ്പമില്ലായിരിക്കും തോന്നുന്നു. ഇതേപ്പോൾ നമ്മൾ ഉപ്പിടണേ കേട്ടോ, കൈ കൊണ്ട് ഇടാം. അപ്പോൾ അതേ സാധനം മൂടി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം കൂടി ചെയ്യാനേ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോ എടുക്കലും പറയലും എല്ലാം ഭയങ്കര പാടാണ്. അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടാണ് നമുക്ക് എടുക്കാം. 10 മിനിറ്റ് ആയിട്ടാണ്. ഇതേ ആവി വന്നപ്പോൾ ഞാൻ തുറക്കാൻ പോണെയാണ്. നല്ല ചൂടുണ്ട്. എന്തെങ്കിലും തടത്തുണി എന്തെങ്കിലും വേണം. വാ, ആ ഉപ്പ് ഇവിടെ മാത്രം കിടക്കണം. ശരിക്ക് മൊത്തത്തിലിടണ്ടായിരുന്നു. ഇതിനൊന്ന് ഇളക്കണം. അപ്പോൾ അതേ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചി പറഞ്ഞതിന് ഇത് അച്ചാറാക്കണം. അതുകൊണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിക്കുള്ള ഇടുമ്പോൾ നിങ്ങൾ കണ്ടോ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഉലുവ വറുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കായം വറുക്കണം. അപ്പോൾ അതേ ഉലുവയും കായം കൂടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനത് മിക്സിയിലിട്ട് പൊടിക്കാൻ പോണേ. നമ്മളെ കായ പൊടിച്ച് ശരിക്കും പൊടിഞ്ഞിട്ടാ, ഞാനത് വറുത്ത ശരിയായിട്ടില്ല.
ഇത് മതിയായിരിക്കും. അപ്പോൾ അതെ എണ്ണ ഒഴിക്കണം കേട്ടോ കടുക് പൊട്ടിക്കാൻ. നമ്മളിതിപ്പോൾ കടുക് പൊട്ടിക്കാൻ പോകണതാണ്. കടുക് പൊട്ടിച്ചതേ പിന്നെ കുറച്ച് സാധനങ്ങൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം പൊട്ടിയാണ് കേട്ടോ. അതിൻ്റെ ഈ സുനാമിയൊക്കെ എടുത്തിടണം. എന്താ പ്രശ്നമെന്ന് വെച്ചാലേ എനിക്ക് അയ്യോ എല്ലാം കൂടി നടക്കൂല. കാരണം ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് വേണം. സ്റ്റാൻഡ് എൻ്റെ ഇല്ല. ഇപ്പോൾ സ്റ്റാൻഡ് വെച്ചെടുത്താലേ സമയം പോകും. അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് ഇല്ലാതെ എടുക്കണം. അപ്പോൾ ഈ വീഡിയോ എടുക്കലും ഈ ഇടലൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ക്ഷമിക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ അമൃതയും അമ്മച്ചിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് മര്യാദക്ക് വീഡിയോ ചെയ്യാം. അതുകൊണ്ട് ഈ വീഡിയോയിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ കളറാകുന്ന നേരത്താണ് നമ്മൾ വേപ്പിലിടുന്നത്. ഇതേ അപ്പോൾ ഇത് മുരിഞ്ഞിട്ട് ഇനി ഇതേ വേപ്പിലിടണതാണ് ഞാൻ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂപ്പിക്കണം. ഏകദേശം നമ്മുടെ ആ ഇതൊക്കെ കരിഞ്ഞു തുടങ്ങി. ഏത് മുളകൊക്കെ കരിഞ്ഞു തുടങ്ങി. ഇനി ഞാൻ ഈ സാധനം ഇടാൻ പോണേ കേട്ടോ. കറക്റ്റായിട്ട് വീഴോന്ന് അറിയാൻ പാടില്ല. എൻ്റെ അമ്മയെ പണിപ്പാളി. ഇത് നിറഞ്ഞിരിക്കണേ. ഇത് ഇളക്കാനിനി പാടായിരിക്കും. പണിപ്പാളി വലിയ പാത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് ഇളക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പുറത്തെ മോട്ടർ ഓണാക്കിയുണ്ട്. ഞാനേ ഇത് നമുക്ക് ഇളക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ. അപ്പോൾ വേറെ അപ്പുറത്തുനിന്ന് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് പെട്ടെന്ന് ഓടി വരാം കേട്ടോ. അതേ അപ്പോൾ അപ്പുറത്തുനിന്ന് വലിയ ചീനച്ചട്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളില്ലേ ഉലുവ നേരത്തെ വറുത്ത് വെച്ച് ഉലുവയും കായപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ടോ. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വിനാഗിരി എങ്ങനെ ഒഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോൺ സ്റ്റിക്ക് പാനിലുള്ള വെച്ചത് അതിൽ കുറച്ച് മസാല ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ആ പാത്രത്തിലേക്ക് ആ വലിയ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് പ്ലാൻ. ശരിക്കില്ലേ ഇതിൽ മുളകിൻ്റെ കുറവ് ഫീൽ ചെയ്യണ്ടോ. ഞാനേ കഴിച്ചിട്ട് അത്ര എരിവ് എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി മുളകേ ആ എണ്ണ ഒഴിച്ച് കുറച്ചൊന്ന് വാട്ടിയെടുത്തിട്ട് കുറച്ചുകൂടി മുളക് ഇതിൽ ചേർത്ത് കൊടുക്കണം. അതുമാത്രമല്ല ഗ്രേവി ഇല്ല, ഒട്ടും ഗ്രേവി ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം മുളകും കൂടി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരെണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എനിക്കിത് ടേസ്റ്റ് ചെയ്തിട്ട് അത്ര ഫീലിംഗ് ഒന്നും തോന്നില്ല. കാരണം പഴയ ടേസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളല്ലല്ലോ ടേസ്റ്റ് ചെയ്തിട്ട് പറയേണ്ടത്. എനിക്ക് പുളിപ്പാണ് കൂടുതൽ തോന്നണത്, അത്ര എരിവൊന്നും തോന്നില്ല. അപ്പോൾ ഏകദേശം 3-3:30 മണിയായി. അപ്പോൾ അമ്മച്ചി വരാറായി. ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. തളന്നാ എന്നാ വാ. ഞാൻ ഉണ്ടാക്കിയതാണ്, വേറെ ആരും ഉണ്ടാക്കിയല്ല കേട്ടല്ല. പഴയ നമ്മളൊന്നും ഉണ്ടാക്കിയില്ലേ അതേപോലെ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്താ വെച്ചാൽ നിനക്ക് പറഞ്ഞാൽ മച്ചി ടേസ്റ്റ് ചെയ്ത് നോക്കാം. മച്ചി ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? കുഴപ്പമില്ലേ? കുഴപ്പമില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാ അച്ചാറിൻ്റെ മുകളിൽ കിടക്കുന്ന ഒരു തുള്ളി എണ്ണ കയ്യിലെടുത്തിട്ടുണ്ടല്ലോ. കുഴപ്പമില്ലെന്ന്. അമ്മച്ചിയുടെ റിയാക്ഷൻ ഉണ്ട് എന്താ തോന്നിയാ? കൊള്ളൂലെന്നല്ലേ? ഇപ്പം എന്തായാലും അമൃത വരാൻ നേരത്തെ ചോദിച്ചു നോക്കാം. ഇതേ അമൃത വന്നുണ്ട്. അപ്പോൾ അമൃതക്ക് നമുക്ക് അച്ചാർ കൊടുക്കാം. ഹായ് ഹായ്. ബലത്തിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അമ്മച്ചി ഉണ്ടാക്കിയ വീഡിയോ എടുത്താ? അമ്മച്ചി ഉണ്ടാക്കി, ഞാൻ വീഡിയോ എടുത്ത്. എങ്ങനെയുണ്ടെന്ന് സത്യസന്ധമായിട്ട് പറ. സത്യസന്ധമായിട്ട് പറ. നിന്റെ മുഖം ഒന്ന് ഇങ്ങനെ വളിച്ചിരിക്കണ. ഇഷ്ടപ്പെട്ടില്ല നിനക്ക്? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് റെഡി. നിനക്ക് ഇഷ്ടപ്പെട്ടോ? നിനക്കാ പുളി കൂടുതലാണോ? പുളി കൂടുതലാണോ? എന്നത് ഞാൻ ഉണ്ടാക്കിയ പിന്നെ സത്യം തള്ളല്ല, ഞാൻ ഉണ്ടാക്കിയ. ഹായ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ? ഇതാണ് ഇന്നത്തെ വിശേഷം. അമ്മച്ചിക്ക് കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇപ്പം കുറേ നേരം ഇരുന്നുകൊണ്ടാണ് ആ ഒരു ഇതൊക്കെ പറയണത്. അല്ല വെറുതെ നിനക്ക് ഇഷ്ടപ്പെട്ട ആണോ? വിശ്വസിക്കണ്ട ഞാൻ ഉണ്ടാക്കിയാണെന്ന്? ഇല്ല. ഇവള് വിശ്വസിക്കുള്ളൂ ഇപ്പോഴും. ഞാൻ കാണിച്ചു കൊടുക്കാം വീഡിയോ. ഞാൻ വീഡിയോ അവിടെ നിന്ന് പറിച്ച്
അവിടുന്ന് പറിച്ചത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയത്. പറിച്ചത് വീക്കാൻ പറ്റുള്ളൂ, പക്ഷെ ഉണ്ടാക്കിയത് ആ ശരി ശരി സമ്മതിച്ച്. ഇവിടെ ആരാ ഉണ്ടായത് ഇനി അതും കൂടി പറ. അമ്മച്ചി ഉണ്ടായി. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എല്ലാവരും കാണിച്ചു തരാം. വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അവളെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.